ഒരു ആർക്ക് എ ക്യു ബി എന്ന ആർക്ക് സി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എ പി ബി എന്ന ആംഗിളിന്റെ ഏതിലെ ആംഗിള് എ പി ബി എന്ന ആർക്കിലെ ആംഗിൾ ഈ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സിയുടെ പകുതിയാണ്. ഹാഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതെങ്ങനെയാണ് തെളിയിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി നിങ്ങൾ അത് കേൾക്കുക. ഓക്കെ, ഇത് അടുത്ത പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് എ പി ബി എന്ന ഈ ചാപത്തിലെ കോണാണ് എ പി ബി എന്ന കോൺ. എ പി ബി എന്ന ചാപത്തിലെ കോണാണ് എ പി ബി എന്ന കോൺ. ഈ കോണ് ഇവിടെ വന്നാലേ ഇതാവുന്നുണ്ടോ? ഇവിടെ വന്നാലേ ഇതിന്റെ പകുതി ആവുന്നുണ്ടോ? നമുക്കൊന്ന് മാറ്റി നോക്കാം. ഈ പീനെ കൊണ്ടുവന്നിട്ട് ഞാൻ വീണ്ടും വേറൊരു സ്ഥലത്ത് കാണുന്നുണ്ടോ? ഇത് കാണുന്നില്ലേ? ഉണ്ട്. ഇതേ ചിത്രം തന്നെ സെന്റർ ഇവിടെയുണ്ട്, എ ബി ഇവിടെയുണ്ട്, ആ പി ഇവിടെയാണെന്ന് വിചാരിച്ചു. മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ? ഈ പി എന്നുള്ളത് ഇവിടെയാണ്. പി എന്നുള്ള മുകളിലുള്ളതിന് പകരം വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പി മാറ്റുമ്പോൾ ഓ എന്നുള്ള വൃത്തകേന്ദ്രം ഇവിടെയുണ്ട്. ഈ എ പി ബി എന്ന കോണിന്റെ അളവാണ് എനിക്ക് വേണ്ടത്. എ പി ബി എന്ന കോണ്. അപ്പൊ ഇവിടെ ഓയിൽ നിന്ന് എയിലേക്ക് യോജിപ്പിച്ചു, ഓയിൽ നിന്ന് പിയിലേക്ക് യോജിപ്പിച്ചു. എ പി അല്ലെങ്കിൽ ഒ പി എ, ഒ പി എ ഈ കോണാണ് ഏതായാലും എടുത്തത്, എക്സ് എടുത്തത് അല്ലേ? അപ്പൊ ഒ പി എ, ഒ പി എ ഈ കോണാണ് എത്രയായിട്ട് മാറുക? എക്സ് ആയിട്ട് മാറുക. ക്ലിയർ ആണല്ലോ? ഒ എന്നുള്ളത് പി എ ഈ കോണാണ് എക്സ്. ഓയിൽ നിന്ന് പി എ എന്നുള്ള ഈ കോണ് എക്സ് ആയിട്ട് മാറി. അതേപോലെ ഒ പി ബി ആണ് വൈ. ഒ പി ബി ആണ് വൈ. ഇവിടെ ഒ പി ബി എന്ന ഈ കോണ്, ഈ കോണാണ് വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ചെറുതാണ് എക്സ്, ചെറുതാണ് എക്സ്, അത് ഫുള്ളായിട്ടുള്ളതാണ് വൈ. ക്ലിയർ ആണല്ലോ? നമുക്ക് വേണ്ടത് ഏതാ? എ പി ബി, സോറി ഏതിന്റെ? എ പി ബി എന്ന കോണിന്റെ അളവാണ് ഇവിടെ യോജിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഒ പി എ എന്നുള്ള ഈ കോണാണ് എക്സ്, ഒ പി ബി എന്നുള്ള ഈ മൊത്തത്തിലുള്ള കോണാണ് വൈ. എനിക്ക് വേണ്ടത് ഈ സിയും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒ പി ബി എന്ന ഈ മൊത്തത്തിലുള്ള കോണിന്റെ അളവ് എന്തായിരിക്കും എന്ന് പറഞ്ഞ, സോറി എ പി ബി, സോറി ഞാൻ പറഞ്ഞേ എ പി ബി, എ പി ബി എന്ന കോണിന്റെ അളവുണ്ട്. ഒ പി ബിയുടെ എ പി ബി എന്ന കോണിന്റെ അളവ് എനിക്ക് വേണ്ട. എന്താണ് എ പി ബിയുടെ അളവ്? എന്താണ് എ പി ബിയുടെ അളവ്? എ പി ബി മാത്രം. ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എ ബി, എ ഒ, പി എന്നുള്ള ഇവിടെയുണ്ട്, ഒ പി എ,
ഇതാണ് എക്സ്, ഒ പി എ എക്സ് ആണ്. പിന്നെയോ ഒ പി ബി ഇവിടെ നിന്നേക്ക് വെച്ചാൽ ഇത് മൊത്തത്തിലാണ് വൈ. ഒ പി ബി ആണ് വൈ. ഒ പി ബി ഇത് നമ്മൾ നോക്കിയാൽ ഒ പി ബി വൈ. വൈ ചെറുത് എക്സ്, വലുത് വൈ. അപ്പോഴോ കോൺ എ പി ബി സി ആണ്. യെസ്, അത്രയേ ഉള്ളൂ. ഇത് ആകെയുള്ളത് വൈ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആകെയുള്ളത് വൈ ആണ്, അതിനുള്ളില് എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ചെറിയ ഭാഗത്തിന്റെ എ പി ബിയുടെ അളവെന്ന് പറയുന്നത് വൈ മൈനസ് എക്സ് ആണ്. വൈ മൈനസ് എക്സ് ആണ്. എനിക്ക് വേണ്ടത് എ പി ബി എന്ന ഈ വൈ മൈനസ് എക്സ് ഈ സെന്ററിൽ ഇവിടെ ഉണ്ടാക്കുന്ന, ശ്രദ്ധിക്കണം, എ ഒ ബി എന്ന ഈ കോണ് സി ആണ്. നമ്മൾ നേരത്തെ എടുത്തത് എ ഒ ബി എന്ന കോണ് സി ആണ്. ഈ സിയുമായിട്ട് എ പി ബിയുടെ ബന്ധം എന്ത്? സിയും കോൺ എ പി ബിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം, അല്ലേ? നേരത്തെ നമുക്ക് കിട്ടി സിയുടെ പകുതിയാണ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി, നമ്മൾ തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ സിയുടെ പകുതി ആയിരിക്കുമോ വൈ മൈനസ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ ഈ കോണിന്റെ അളവ്, ഈ കോണിന്റെ അളവ് എന്താണ്? ഇവിടെ നമ്മൾ ബി സി ബി ഒ ബി യോജിപ്പിച്ചിട്ടുണ്ട്, ഒ ബി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ കോണിന്റെ അളവ് എന്താണ്? അതേപോലെ ഈ കോൺ എന്താണ്? ഈ കോണിന്റെ അളവ് എന്താണ്? ആദ്യം ഞാൻ എടുക്കുന്നത് ഒ എ പി, ഒ പി എ. ഈ കോണത്തിലുള്ള എക്സ് ആണ്, അല്ലെ? ഈ കോണിന്റെ അളവ് എന്താവും? എക്സ് ആവും. ആനന്ദ്, ഇത് എക്സ് ആവുക. എന്തുകൊണ്ട്? 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 ആരത്തിലേക്കുള്ളതെന്നൊന്നും പറയണ്ട്. അങ്ങനെയാ പറയണ്ട്. നിയമം എന്തെന്ന്? സമപാർശ്വത്രികോണം. സമപാർശ്വത്രികോണം, അല്ലേ? സമപാർശ്വത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. എന്തുകൊണ്ട്? ഒ പി ഈക്വൽ ടു ഒ എ. ഒ പി ഈക്വൽ ടു ഒ എ. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. പാദകോണുകൾ തുല്യമാണ്. പാദകോണുകൾ തുല്യമാണ്. ക്ലിയർ ആണോ? അങ്ങനെ വരുമ്പോൾ ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോൺ എന്താവും? ഈ കോൺ എന്താവും? എക്സ് ആവും. ക്ലിയർ അല്ലേ? ഇത് മൊത്തത്തിലുള്ള കോൺ എന്താവും? ഇനി അടുത്ത നിങ്ങൾ പറ, ഇത് എക്സ് ആവുമ്പോൾ ഇത് എക്സ് ആയി. ഈ ത്രികോണത്തിൽ ഇതിന് മൊത്തത്തിൽ വരുന്ന കോണത്ര? മൂന്നും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടല്? 180 മൈനസ് 2x ആണല്ലേ? ഉറപ്പല്ലേ? 180 മൈനസ് 2x. ഇതാണ് ഇത് മൊത്തത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഒ പി ബി, ഒ പി ബി എന്ന ട്രയാങ്കിൾ എടുക്കാം. ഇത് മൊത്തത്തിൽ ചേർന്ന കോണ് വൈ ആണ്, അല്ലേ? അപ്പൊ ഈ കോണത്തിന് എതിരാ വീടുണ്ടാകുന്ന ഇതെത്രയാ? ആരെങ്കിലും കൂട്ടിയത് പറ, പറ. ഈ കോണത്ര വൈ ആണോ? വൈ ആണോ? ആണ്. വൈ അല്ലേ? അല്ല. ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കണം ട്രയാങ്കിളിന്റെ. ഇതും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആർക്ക് സോറി റേഡിയസ് തന്നെയാണ്, അല്ലേ? അപ്പൊ ഇതും എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വത്രികോണാണ്. പാദകോണുകൾ തുല്യമായിരിക്കും, അല്ലേ? ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്.
അപ്പൊ ഇത് വയ്യാണെങ്കിൽ ഇത് വയ്യാണ്. അപ്പൊ ഈ ചെറിയ കോൺ എന്താവും? ഈ ചെറിയ കോൺ എന്ന് പറഞ്ഞാൽ എന്താവും? 180 കുറക്കണം 2y അല്ലേ? ക്ലിയർ ആണോ? മാഷ് ക്ലിയർ ആണോ? ഈ കോണിന്റെ അളവ് 180 കുറക്കണം 2y. അപ്പൊ ഇത് 180 കുറക്കണം പിന്നെ 2x എന്ന് പറയുന്നത് 180 കുറക്കണം 2x എന്ന് പറയുന്നത് ഇത് 2x ആവുമ്പോൾ 3 കൂടി കൂട്ടിയ 180 ആയതുകൊണ്ട് ഇത് മൊത്തത്തിലുള്ള കോണ് 180 കുറക്കണം 2x. ഇത് y ആണ്, ഇത് y ആണ്. അപ്പൊ ഈ ത്രികോണത്തില് OPB എന്ന ത്രികോണത്തില് ഈ കോണ് 180 കുറക്കണം 2y ആണ്. എനിക്ക് വേണ്ടത് ഏത് മാത്രമാണ്? ഈ കോണ് മാത്രമാണ്. ഏത്? ഈ AOB എന്നുള്ള കോണാ വേണ്ടത്. കോൺ ഇവിടെ എഴുതിയ കാണുന്നുണ്ടോ? കോൺ AOB എന്ന് പറയുന്നത് കോൺ AOB എന്ന് പറയുന്നത് ആകെയുള്ള 180 മൈനസ് 2x നിന്ന് 180 മൈനസ് 2y കുറക്കുന്നതിന് തുല്യമാണ്. എഴുതിയത് മനസ്സിലായോ? 180 മൈനസ് 2x നിന്ന് 180 മൈനസ് 2y കുറക്കുന്നതിന് തുല്യമാണ്. ഏത്? AOB എന്ന് പറഞ്ഞാൽ AOB നമ്മൾ ഏതായിട്ട് എടുത്തിട്ടുള്ളത്? AOB ഏതായിട്ട് എടുത്തിട്ടുള്ളത്? C ആണ് അല്ലേ? AOB എന്ന് പറഞ്ഞാൽ C ആണ്. ഇതോ 180 നിന്ന് ഇവിടെ കുറക്കണം 180 കുറക്കണം 2y ആണ്. ശ്രദ്ധിക്കണം, മൈനസ് ബ്രാക്കറ്റിനുള്ളിലാണ് 180 കുറക്കണം 2y ഒറ്റ സംഖ്യ അല്ലേ? അപ്പൊ മൈനസ് 180 ആയിട്ട് മാറി. മൈനസ് മൈനസ് 2y എന്തായിട്ട് മാറും? മൈനസ് മൈനസ് 2y പ്ലസ് 2y ആയിട്ട് മാറും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ 180 കുറക്കണം 180 പൂജ്യമായി. 180 കുറക്കണം 180 പൂജ്യമായി. ഇവിടെ മൈനസ് മൈനസ് 2y 2y ആക്കിയാൽ പിന്നെ ഇവിടെ ഏതുണ്ട്? മൈനസ് 2x ഉണ്ട്. കുറക്കണം 2x ഉണ്ട്. ക്ലിയർ അല്ലേ? ഇത് എഴുതിയത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് എഴുതിയാൽ പോലെ എനിക്ക് 2y മൈനസ് 2x 2y മൈനസ് 2x-നെ ഞാൻ 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് എഴുതുന്നു. 2y മൈനസ് 2x-നെ 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് എഴുതുന്നു. അതാണ് C എങ്കിൽ y മൈനസ് എക്സ് എന്ന് പറയുന്നത് അര C ആണ്. ഗുണിക്കണം 2, ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം 2 എന്നാവും. ഇപ്പൊ C ബൈ 2 അല്ലെങ്കിൽ അര C. y മൈനസ് എക്സ് y മൈനസ് എക്സ് ഇത് ഏതിന് തുല്യമായിട്ട് മാറി? അര സിക്ക് തുല്യമായിട്ട് മാറി. അപ്പോ ഈ കോണിന്റെ അളവ് ഈ സി AOB എന്ന ഈ കോണിന്റെ അളവ് AB എന്ന ചാപ് ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് APB എന്ന ഈ ചാപത്തിന്റെ അളവ് ആയിട്ട് ബന്ധമുണ്ട്. ഇത് എത്രയുണ്ടോ ഇതിന്റെ പകുതിയാണ് ഇത് y മൈനസ് എക്സ്. ഇവിടെ നമ്മൾ തെളിയിച്ചു തന്നെയാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് തെളിയിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഈ ഇവിടെ ആയാലും ഇവിടെ ആയാലും കോണിന്റെ അളവ്. ക്ലിയർ ആണോ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഓക്കെ താങ്ക് യു. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ 2 AB ഇവിടെ ശ്രദ്ധിക്കുക. AB 2 ചാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 ചാപത്തിലും ഈ ഒരു ചാപത്തിൽ എവിടെ വന്നാലും
ഈ ഒരു ചാപത്തിൽ ഏടെ വന്നാലും അതിന്റെ മറുചാപത്തിലെ കോണളവിന്റെ പകുതിയാണ്. ക്ലിയർ ആണോ പറഞ്ഞേ? ഈ ചാപത്തിൽ ഏടെ വന്നാലും ആ ചാപത്തിലെ കോണിന്റെ അളവ് അതിന്റെ മറുചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. An angle in an arc is equal to alternate angles. alternate ആർക്കിന്റെ ഏതുമായിട്ട് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണുകളുടെ പകുതിയാണ്. ആൾട്ടർനേറ്റ് ആംഗിൾ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് അതിന്റെ മറ്റേ ചാപത്തിലെ കോണിന്റെ അളവ്, മറ്റേ ആർക്കിലെ ആംഗിളിന്റെ വാല്യൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകം ഓർമ്മിക്കുക. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഞാനിപ്പോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. രണ്ട് ചാപങ്ങൾ എ ബി ഉണ്ടാക്കുന്നു. അതിൽ ഒരു ചാപത്തിലെ കോണിന്റെ അളവ് അതിന്റെ മറുചാപത്തിലെ കേന്ദ്ര കോണിന്റെ അളവിന്റെ പകുതിയാണ്. അത് എവിടെ വെച്ച് വന്നാലും ശരിയായിരിക്കും. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇത് കാണുന്നില്ല, എല്ലാവരും കാണുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് എ ബി എങ്കിൽ ഇവിടെ ഈ കോണായാലും എത്ര കോണുകൾ വരച്ചാലും ഈ കോണുകളുടെ എല്ലാം പ്രത്യേകത എന്താ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കോണുകളെല്ലാം തുല്യായിരിക്കണ്ടേ? ഒരേ ചാപത്തിൽ വരുമ്പോൾ ഒരേ ആർക്കിൽ വരുന്ന ഇൻസ്ക്രൈബ് ചെയ്ത കോണുകളെല്ലാം ആംഗിൾസ് എല്ലാം സെയിം ആണ്. ആംഗിൾസ് ഇൻ എ സെയിം ആർക്ക് ഈസ് ഓൾവേസ് ഈക്വൽ. ആംഗിൾസ് ഇൻ എ സെയിം ആർക്ക് ഈസ് ഓൾവേസ് ഈക്വൽ എന്ന് ഓർമ്മിക്കുക. ഒരേ ചാപത്തിൽ വരുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. നോട്ട് നിങ്ങൾക്ക് ഞാൻ തരും, പേടിക്കണ്ട. അപ്പൊ ഇതാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത പോയിന്റ്, എനിക്ക് അടുത്തതിലേക്ക് പോവാവോ? ഇപ്പോഴും പറഞ്ഞ ക്ലിയർ ആണോ? പോവാം. അടുത്ത ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്, ഞാനിപ്പോഴും പറഞ്ഞെന്താ, എ ഒ ബി എന്ന കോണിന്റെ അളവിന്റെ ഹാഫ് ആണ് എ പി ബി എന്ന കോണിന്റെ അളവ്. ഇതെല്ലാം നമ്മളിപ്പോ പറഞ്ഞു അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു കോണുണ്ടെങ്കിലോ, ഇതിലേക്കൊരു കോണുണ്ടെങ്കിലോ ഈ കോൺ എന്തായിരിക്കും? നമുക്ക് കണ്ടുപോയിക്കൂടെ? ഇവിടെ ഞാൻ യോജിപ്പിച്ചു, ഓയിലിന് ക്യൂവിലേക്ക് യോജിപ്പിച്ചു. ഇത് മൊത്തത്തിലുള്ളത് സി ആണ്. ഇതിന്റെ അളവ് സി ആണ്. ഏതിന്റെ അളവ്? എ ഒ ബിയുടെ. ഈ കോണ് എക്സ് ആയിട്ടെടുത്തു, ഈ കോണ് വൈ ആയിട്ടെടുത്തു. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഒ എ ക്യൂ എന്നുള്ള ത്രികോണവും ഒ ബി ക്യൂ ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഒ എ ക്യൂ, ഒ ബി ക്യൂ.
ഈ കോണ് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? ആരെങ്കിലും മ്യൂട്ട് ഓണാക്ക്. ഇത് എത്രയായിരിക്കും? ഇത് എത്ര? എക്സ് ആയിരിക്കോ? എക്സ് ആയിരിക്കോ? ആയിരിക്കോ? ആണ്. ഇത് y ആണെങ്കിൽ എത്ര വരിക? ഇത് എത്ര വരിക? y. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഓക്കെ ഓക്കെ. ഇത് എത്രയാ പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? 180 minus 2x. ഓക്കെ. ഇത് എത്ര വരിക? 180 minus 2y അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് എന്താ? സി എന്ന് പറയുന്നത് എന്താ? 180 മൈനസ് 2x 180 മൈനസ് 2y കൂട്ടുന്നില്ലേ? ഈ സി എന്ന് പറയുന്നത് 180 മൈനസ് 2x 180 മൈനസ് 2y കൂട്ടുന്നു. ഇതെത്ര വരിക? 360. 180 360. ഇതോ മൈനസ് 2x മൈനസ് 2y മൈനസ് ഇൻറ്റു മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എഴുതിയാൽ പോലെ അല്ലേ? മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 360 മൈനസ് സി. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാവൂ? മൈനസ് 2x ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്താ എഴുതി? പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോ നമ്മൾ പറഞ്ഞ് ഞാൻ എന്താ എഴുതിയത്? ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് കേരള. ഇതും ഇതും കൂട്ടിയതാണ് സി. 180 കൂട്ടിയ 360 എഴുതി അല്ലേ? ഇനി ഈ കുറക്കണം 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇങ്ങോട്ട് എടുത്തു. 360 എടുത്തെന്ന് വെച്ചു. സി ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറക്കണം സി നായി. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇതിന് മൊത്തത്തില് 2 കൊണ്ട് ഹരിക്കുക. 360 കുറക്കണം സി എ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 180 കുറക്കണം അര സി ആണ്. 180 കുറക്കണം അര സി. 180 കുറക്കണം അര സി. സി ഏത് പറഞ്ഞാൽ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ 360 2 കൊണ്ട് ഹരിച്ചാൽ 180 ആണ്. അപ്പൊ 360 2 കൊണ്ട് ഹരിച്ചാൽ 180 കിട്ടി. പിന്നെ ഏതിന് സി 2 കൊണ്ട് ഹരിക്കണം. അത് ഞാൻ എന്തായിട്ട് എഴുതി? അര സി എന്ന് എഴുതി. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ ഈ ക്യൂ എന്ന ഈ കോണിന്റെ അളവ് ഈ സിയുടെ പകുതി ഏതിൽ നിന്ന് കുറക്കുന്നത്? 180 നിന്ന് കുറക്കുന്നു. അര സി. ഇവിടെ സി ആണ് ഉള്ളത്. ഇവിടെ എത്രയാണോ ഉള്ളത് അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതാണ് അര സി. നേരത്തെ പഠിച്ചതാണ്. ക്ലിയർ അല്ലേ? ഇത് സി ആണെങ്കിൽ ഇതാണ് അര സി. ഈ അര സി ഏതിൽ നിന്ന് കുറക്കുന്നു? 180 നിന്ന് കുറക്കുന്നു. അതാണ് ഇത് എന്ന് പറഞ്ഞാൽ ദീസ് 2 ആംഗിൾസ് ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആൾട്ടർനേറ്റ് ആർക്കിലുള്ള that 2 angles are supplementary. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ കോണും
ഈ കോണും കൂട്ടിയാല് എനിക്ക് എത്ര കിട്ടുന്ന അർത്ഥം? 180 കിട്ടുന്ന അർത്ഥം. ഇത് അരസിയാണെങ്കിൽ ഇത് 180 കുറക്കണം അരസിയാണ്. ഞാനിപ്പോഴും കണ്ടുവച്ചു. എന്താ പറഞ്ഞത്? ഈ ഒരു കോണിന്റെ അളവ് അത് 180 കുറക്കണം അരസിയാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകളും എന്താണെന്ന് അർത്ഥം? സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ഈ രണ്ട് കോണുകളും അനുകൂലകങ്ങളാണ്. അനുകൂലകങ്ങളാണ്. എന്താ അനുകൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകളുടെ തുക 180 കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിയമത്തിലേക്ക് പോയാം. ഒരു നിയമത്തിലേക്ക് പോയാം. ഇവിടെ എ പി ബി ക്യൂ, എ പി ബി ക്യൂ, എയും പിയും ബിയും ക്യൂവും ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണ്. എയും പിയും ക്യൂവും ബിയും ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആ ബിന്ദുക്കളെ യോജിപ്പിച്ച് നമുക്ക് ഒരു ചതുർഭുജം ഉണ്ടാക്കാമെങ്കിൽ ആ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും അർത്ഥം? സപ്ലിമെന്ററി ആയിരിക്കും. മീൻസ് ദാറ്റ് two angles, sum of that two angles is 180. അങ്ങനെയുള്ള that quadrilateral is called cyclic quadrilateral. That quadrilateral is called cyclic quadrilateral. If four vertices of a quadrilateral is in circle, അതിന്റെ 4 വെർട്ടിസസും സർക്കിളിലെ പോയിന്റുകളാണെങ്കിൽ that quadrilateral is called cyclic quadrilateral അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും ശീർഷങ്ങളും വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ, ഒരു ചതുർഭുജത്തിന്റെ 4 ശീർഷങ്ങളും വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ ആ ചതുർഭുജത്തെയാണ് ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം. ആ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ എപ്പോഴും അനുകൂലകമായിരിക്കും. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുകൂലകം എന്ന് കിട്ടുന്നത് ഈ തരത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ചതുർഭുജമുണ്ടെങ്കിൽ, ഈ ചതുർഭുജത്തിന്റെ ഇവിടെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോണ് ഇത് സി ആണ് എങ്കിൽ, ശ്രദ്ധിക്കണം, ഇത് സി ആണ് എങ്കിൽ ഈ കോണിന്റെ അളവ് എന്താണ്? 1/2c. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അളവ് എന്താണ്? പറയാം. ഇത് കാണുന്നുണ്ടല്ലോ. എന്താ കാണുന്നുണ്ടല്ലോ? ഇതിന്റെ അളവ് എന്താ? 180 minus 1/2c അല്ലേ? നമ്മൾ എപ്പോഴും കണ്ടുവച്ചു 180 minus 1/2c. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ എടുക്കുന്ന, മനസ്സിലായോ? ഇത് ഞാൻ എടുക്കുന്ന ഡി ആയിരം, ഇത് ഡി ആണ്. നമുക്ക് ഏത് പറയാം? ഇത് ഡി ആണെങ്കിൽ ഇത് എന്താണെന്ന് പറയാം? അര ഡി ആണെന്ന് പറഞ്ഞൂടെ? ഇത് ഡി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ കോണിന്റെ എന്തായിരിക്കും? അറിവൊരാള്. ഇത് ഡി ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ? മറുജാമത്തിലേക്ക് എന്തായിരിക്കണം? പകുതി ആയിരിക്കണം, അര ഡി ആയിരിക്കണം അല്ലേ? അപ്പൊ ഇത് ഡി ആണെങ്കിൽ ഇത് അര ഡി ആണ്. അപ്പൊ അര ഡി എന്നുള്ളത് 180 മൈനസ് അര സിക്ക് തുല്യ.
ഡി എന്ന് പറയുന്നത് ഏതിന് തുല്യാണ്? അര ഡി എന്ന് പറയുന്നത് 180 മൈനസ് അര സി ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അര ഡിയും അര സിയും കൂട്ടുന്നത് എന്തായിട്ട് മാറി? 180 ആവും. ഇത് രണ്ടും കൂടി കൂട്ടുന്നത് 180 ആണ്. സപ്ലിമെന്ററി ആണ് അല്ലെ? അപ്പോ സിയും ഡിയും കൂട്ടുന്നത് കൂട്ടുന്നതല്ല, സിയും ഡിയും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ. സിയും ഡിയും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുകളാണെങ്കിൽ, ആംഗിൾസ് ആണെങ്കിൽ, അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ കോണുകൾ, ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റ് ആർക്കിലെ കോണുകൾ സപ്ലിമെന്ററി ആയിരിക്കുമെന്ന് നമുക്കിങ്ങനെ പറയാം. ഇത് സെൻട്രലിൽ ഉണ്ടാക്കുന്നത് സിയും ഡിയും ആണെങ്കിൽ അത് ആർക്കിൽ ഉണ്ടാക്കുന്ന കോണുകൾ ഹാഫ് സിയും ഹാഫ് ഡിയും ആണ്. അതിന്റെ സമ്മമാണ് എത്രയായിട്ട് മാറുന്നത്? 180 ആയിട്ട് മാറുന്നത്. ഇത് രണ്ടും കൂടിയത് എത്രയാണ്? സിയും ഡിയും കൂടിയത് എത്രയാണ്? 360 ആണ്. സിയും ഡിയും കൂടിയത് എത്രയാണ്? 360 ആണ് അല്ലേ? അതിന്റെ പകുതിയാണ് എത്രയായിട്ട് മാറുന്നത്? 180 ആയിട്ട് മാറുന്നത്. അപ്പൊ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ കൂട്ടിയാൽ എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും. അപ്പൊ അതിന്റെ പകുതികൾ കൂട്ടിയാൽ എത്രയാണ് വരിക? 180 ആണ് വരിക.